ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മുടെ ഫോണിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഫോൺ ഹാങ് ആവുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ ഹാങ് ആവാൻ കാരണം നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ല എന്നുള്ളൊരു കാരണത്താലാണ്. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യും. ഈ ക്യാഷ് ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ആപ്പ് റൺ ചെയ്യാനായിട്ട് നമ്മുടെ സ്പേസിൽ നിന്ന്, നമ്മുടെ മെയിൻ സ്റ്റോറേജ് സ്പേസിൽ നിന്ന് കുറച്ച് സ്പേസ് ആ ആപ്പ് കൺസ്യൂം ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ സ്പേസ് അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ടോട്ടൽ സ്പേസിനെ അത് ബാധിക്കുകയും നമ്മുടെ ഫോൺ ഹാങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാനായിട്ട് ആ ആപ്പിൻ്റെ ഡാറ്റ, നമ്മൾ ക്യാഷ് ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. മാത്രമല്ല, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിൻ്റെ വർക്കിങ്ങിനെ ഇത് ബാധിക്കുക, അങ്ങനെ നമ്മുടെ ഫോണിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. മാത്രമല്ല, ഈ കണ്ടന്റ് വെച്ച് വീഡിയോസ് വളരെയധികം കുറവാണ് യൂട്യൂബിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം അതിൽ മോർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ആപ്പ് മാനേജർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഫോണിൽ അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ആപ്പ് മാനേജർ എന്നുള്ള ഓപ്ഷൻ. അതിനുശേഷം അത് സെലക്ട് ചെയ്യുക. ആപ്പ് മാനേജർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ആപ്പുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ആപ്പുകൾ ഏതെന്ന് വെച്ചാൽ അത് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ആൽബംസ് ആദ്യം സെലക്ട് ചെയ്യുകയാണ്. അതിൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 92.59 MB എന്നുള്ളൊരു ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽബംസ് എന്നുള്ള ആപ്പിൻ്റെ ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്തേക്കാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ സ്പേസ് ഇത് ക്ലിയർ ചെയ്തെന്ന് വെച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്പേസിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഈ ആപ്പിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മൾ ക്ലിയർ ചെയ്താൽ കുറച്ചും കൂടി നമ്മുടെ ഫോൺ നമുക്ക് ആക്സസിബിൾ ആയിരിക്കും, അതായത് ഈ ഉപയോഗിക്കാൻ കുറച്ചും കൂടിയും എളുപ്പമുണ്ടായിരിക്കും. ഇതിന് ശേഷം ഇനി ഇതുപോലെ തന്നെ അടുത്ത ആപ്പ് നോക്കുക. ഞാൻ ഇനി നോക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ സ്റ്റോറേജ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിലിതാ ക്യാഷ് 38.14 MB എന്ന് കാണാം, അത് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ആപ്പിലേക്ക് പോകുന്നു. അടുത്തത് ഞാനിപ്പോൾ അധികം ആപ്പുകൾ യൂസ് ചെയ്യുന്നില്ല, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ആപ്പുകളാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ക്യാഷ് ഡാറ്റ ഇതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ടെലഗ്രാമിൻ്റെ ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഇവിടെ 20.73 MB എന്ന് കാണാം. അപ്പോൾ അത് ക്ലിയർ ക്യാഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ഡാറ്റ റിമൂവ് ആവുന്നതാണ്. അതിനുശേഷം വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വാട്സപ്പിൻ്റെ സ്റ്റോറേജ് സെലക്ട് ചെയ്ത് അതിൻ്റെ ക്യാഷ് ഡാറ്റ 4.66 MB എന്ന് കാണാം, അത് നമ്മൾ ക്ലിയർ ചെയ്യുക. പിന്നെ ഇതിൽ ചില ആപ്പുകൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ അത് റണ്ണിങ് ആയിരിക്കും, അതായത് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകൾ എപ്പോഴും ക്യാഷ് ഡാറ്റ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ഒരെണ്ണമാണ് ഗൂഗിൾ പ്ലേ സർവീസസ്. അത് എപ്പോഴും നമ്മൾ റണ്ണിങ് ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കി കാണാം 20.81 MB ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക. ഇതുപോലെ തന്നെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെയും ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക. പിന്നെ നമ്മളെല്ലാവരും യൂട്യൂബ് വളരെയധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിൻ്റെയും ക്യാഷ് ഡാറ്റ കുറച്ചധികം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെയും ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടല്ലേ 45.70 MB ആണ് കിടക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കളയുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സിലെ ക്യാഷ് ഡാറ്റ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ ഫോണിലെ ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യാമെന്നതിനെ കുറിച്ച് എനിക്കിപ്പോൾ മനസ്സിലായി കാണും. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റ.